ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് അങ്കണവാടിയിൽ പ്രവേശനോത്സവമാണ്. അതുകൊണ്ട് ഇന്ന് അംജുട്ടനെ അങ്കണവാടിയിൽ കൊണ്ടുവിടണം. അപ്പോൾ രാവിലെ തന്നെ എണീപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഫുഡ് കൊടുത്തിട്ട് വേണം കേട്ടോ പറഞ്ഞു വിടാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ് കേട്ടോ. കറി ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് തേങ്ങാ ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് അതാണല്ലോ ഒന്നുകൂടെ ടേസ്റ്റ്. സാമ്പാറും ടേസ്റ്റാണ്, പക്ഷെ ഞാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കി. എനിക്കതാണ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും ഗൈസ്. അങ്ങനെ രാവിലെ അംജുട്ടനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിക്കുകയാണ് കേട്ടോ. ഉമ്മാനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അംജൂട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് അവൻ നേരിട്ട് പോയി പറഞ്ഞു പല്ലിനാണ് വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്രേ പല്ല് ഡെയിലി തേക്കണം കേട്ടോ, അല്ലെങ്കിൽ പല്ലിൽ പുഴു വരുന്നു. അല്ലെങ്കിൽ ഡോക്ടറോട് പല്ലിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പറയാ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ പല്ല് തേക്കാൻ ഞാൻ പെടുന്ന ഒരു പാടെന്താണെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. അതുകൊണ്ട് പല്ല് തേക്ക് പുഴു വരുന്നു പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചിട്ട് പല്ല് തേക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്കണവാടിക്ക് പോവാണ് കേട്ടോ. ആ കയ്യിലുള്ളത് വാട്ടർ ബോട്ടിലാണ്. ചെറിയൊരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും തൂക്കി പിടിച്ചിട്ട് ഇപ്പം അങ്കണവാടിയിൽ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പിള്ളേരെ സ്വാഗതം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരുപാട് പലഹാരങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എല്ലാവരെയും നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് അവനോട് കളിക്കാൻ കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്കണവാടി വിട്ട് കഴിഞ്ഞാൽ അവിടെ അടുത്തുണ്ട് ഒരു ചെറിയ ചായക്കട കേട്ടോ. ആ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ വരിക. വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് സമയം ജീപ്പ് പോകണം ഉമ്മച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സമയം ജീപ്പിലൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊടുത്തു കേട്ടോ. ജീപ്പ് കുറേ ടൈം ഉരുട്ടി കൊടുക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ. ജീപ്പിൽ കുറച്ച് സമയം ഉലാത്തിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അങ്കണവാടി വിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഉറങ്ങണോ, കാരണം അവിടുന്ന് അങ്കണവാടിയിൽ നിന്ന് ഉറങ്ങുന്നില്ലല്ലോ. അപ്പം ഞാൻ അംജുട്ടനോട് പറഞ്ഞതാണ്, നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം. എന്നെക്കാളും മുമ്പ് ഫാസ്റ്റായിട്ട് മുമ്പിൽ ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ ഗേറ്റൊക്കെ ഒന്ന് തുറന്നിട്ടെടുത്ത് അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ദേ ഒരു ചക്ക പഴുത്ത് ചീഞ്ഞു. മഴ ആയതിന് ശേഷം ചക്കയൊന്നും ആർക്കും വേണ്ട അല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഫാമിലിക്ക്. എന്നെ സാധാരണ കൊണ്ടുപോകല് ഫാമിലിക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് സമയമൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇട്ട് നോക്കിയതായിരുന്നു, പക്ഷേ സെറ്റ് ആയില്ല കേട്ടോ, എന്തോ ഒരു പോലെ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ, അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തില്ല. പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അംജൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട് അവനെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ദേ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്, ഫാമിലിൻ്റെ അടുത്ത് തന്നെ ഈവ ബുട്ടിക്ക് കിട്ടോ. നല്ല സൂപ്പർ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇവിടുന്ന് ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി. അംജൂട്ടനുള്ളത് കിട്ടിയിട്ടില്ല. അംജൂട്ടന് പിന്നെ ഇതേ ഈ ഒരു ഷോപ്പിൽ നിറയെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ബേബീസിൻ്റെ നല്ല അടിപൊളി അംജൂട്ടന് 2 കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞാമാൻ്റെ വക കേട്ടോ, ഒന്ന് അനക്കാക്ക എടുത്തു കൊടുത്തു. അങ്ങനെ 2 കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അധികം സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ഈദ് ഷോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?